ഇന്ന് സംഘടിത സക്കാത്ത് എന്ന് പറഞ്ഞു നടക്കുന്ന ചൂഷണങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും എതിർക്കുന്നത്. അത് ശറഅന് വിരുദ്ധമാണ്. സക്കാത്ത് ഒരിക്കലും അത് പാവങ്ങളുടെ അവകാശമാണ്. അവകാശങ്ങൾ ഒരാളുടെ മുന്നിൽ വന്നിട്ട് കൈയ്യീട്ടി വാങ്ങേണ്ടതല്ല. അവകാശങ്ങൾ അങ്ങോട്ട് കൊടുക്കുക വേണ്ടി. ഇപ്പോ ഈ വിവാദത്തിന്റെ പിന്നിൽ ഉള്ളവര് എത്ര പ്രൊജക്ടുകൾ അവർ ഡിക്ലെയർ ചെയ്തു? അതിനൊന്നും എന്താ പാണക്കാട് സാധാത്തുക്കളവർക്ക് പറ്റൂലേ? ഇതിന് മാത്രം ഒരു പാണക്കാട് സയ്യിദിനെ പിടിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ആ സയ്യിദന്മാർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയപരവും മതപരവുമായിട്ടുള്ള സംഘടനകളിലെ പ്രസ്ഥാനങ്ങളിൽ ഒരുപാട് സമ്പന്നരുണ്ട്. അവരെ പണം ചൂഷണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇസ്ലാമിലെ ഒരു അടിസ്ഥാന സിദ്ധാന്തം നമുക്ക് അറിയുന്നതാണ്. ഒരിക്കലും നൽകുന്നത് മറ്റൊരാളെ അറിയിച്ചല്ല നൽകേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. ഇന്നത്തെ ചർച്ചാ വിഷയം സംഘടിത സക്കാത്താണ്. നമ്മുടെ ചർച്ചയിൽ നമ്മളോട് അഭിസംബോധനം ചെയ്യുന്നത് ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമൽ ഉസ്താദാണ്. ഉസ്താദിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സക്കാത്ത് എന്ന ആരാധന കൊണ്ട് തീർച്ചയായും ഇസ്ലാം ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ഭദ്രതയാണല്ലോ. പലപ്പോഴും സുന്നികളുടെ സക്കാത്ത് റമദാനിൻ്റെ അവസാനത്തെ നാണയത്തുട്ടുകളിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ള ഒരു മറുവാദം നമ്മൾ കേൾക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് ഉസ്താദിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും സക്കാത്ത് ഒരു ആരാധനയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ്. നിസ്കാരത്തോടൊപ്പം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. മറ്റു ആരാധനകളോട് കൂടി ചേർത്തി പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് മുസ്ലിം ലോകം സക്കാത്ത് കൊടുക്കുന്നതിൽ ജാഗ്രത കാണിച്ചാൽ ഇവിടെ എവിടെയും പട്ടിണി ഉണ്ടാകൂല എന്നുള്ളത് വളരെ കൃത്യമാണ്. പക്ഷെ സക്കാത്ത് കൊടുക്കാൻ നമ്മുടെ മതം ചില നിബന്ധനകളും ചില ടൈം ഷെഡ്യൂളും വെച്ചിട്ടുണ്ട്. ഈ ടൈം ഷെഡ്യൂള് പാലിക്കപ്പെടാറില്ല പൊതുവെ എന്നുള്ളതാണ് ഒരു വാസ്തവം. സക്കാത്ത് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ അടുത്ത കൊല്ലം എനിക്ക് കൊടുക്കേണ്ട സക്കാത്തിന് ഏകദേശം ഞാനിപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സക്കാത്ത് ഇൻ അഡ്വാൻസ് എന്നായിട്ട് ചിലർ റമദാനിൽ കൊടുക്കാറുണ്ട്. കാരണം റമദാനിൽ കൂടുതൽ ശ്രേഷ്ഠത കിട്ടുന്ന ഒരു മാസമാണല്ലോ. എന്നാൽ ചിലർ മനസ്സിലാക്കിയത് സക്കാത്ത് കൊടുക്കേണ്ട മാസം റമദാനാണ് എന്ന് മനസ്സിലാക്കി എല്ലാം റമദാനിലേക്ക് അരിയറായിട്ട് പിന്തിപ്പിച്ച് വെക്കും. അത് ശരിയായ ഏർപ്പാടല്ല. എന്ന് മാത്രവുമല്ല, സക്കാത്ത് ഒരിക്കലും അത് പാവങ്ങളുടെ അവകാശമാണ്. അവകാശങ്ങൾ ഒരാളുടെ മുന്നിൽ വന്നിട്ട് കൈയ്യീട്ടി വാങ്ങേണ്ടതല്ല. അവകാശങ്ങൾ അങ്ങോട്ട് കൊടുക്കുക വേണ്ടി. അപ്പോൾ സക്കാത്ത് പാവങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടിയത്. ഇന്ന് നമ്മളെ നാട് ഒക്കെ മാറുന്നുണ്ട്. പഴയ കാലത്തെ ഒരു സിസ്റ്റമായിരുന്നു വീടുകളിലൂടെ നടന്ന് സക്കാത്തൊക്കെ നാണയത്തൊട്ടുകളൊക്കെ വാങ്ങുക എന്നുള്ളത്. ഇന്ന് ആ സിസ്റ്റം ഒന്നും ഇപ്പോൾ എവിടെയും അത്ര കാണുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ശരീഅത്ത് പറയുന്നതും പണ്ഡിതന്മാർ ഇത്രയും കാലം സമൂഹത്തെ ഉത്ബുദ്ധപ്പെടുത്തിയതൊക്കെ സക്കാത്ത് അങ്ങോട്ട് കൊടുക്കണം. അവർ പാവങ്ങളുടെ അവകാശമാണ്. സക്കാത്തിൻ്റെ മുതൽ നമ്മളുടെ സമ്പത്തിലുണ്ടായാൽ ആ സമ്പത്ത് അനന്തരം ഓഹരി വെക്കുമ്പോൾ പോലും അത് ഹറാമായിട്ട് ഭവിക്കും. അത് അടുത്ത അനന്തരാവകാശികൾക്ക് കൊടുക്കരുത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും സക്കാത്ത് ആ ടൈം ഷെഡ്യൂൾ പാലിച്ച് എന്നാണോ ഒരു വർഷം തികയുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ അതിൻ്റെ സമയമാകുന്നത് അപ്പോഴാണ് കൊടുക്കേണ്ടത്. റമദാൻ എന്നുള്ളത് അഡ്വാൻസ് സക്കാത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഓക്കെ. അതിൻ്റെ അപ്പുറത്തേക്ക് റമദാനിൽ കൊടുക്കണം എന്നുള്ളത് ഒരു ശരിയായ ഏർപ്പാടല്ല. ഇങ്ങനെ ഓരോ ആളുകളെ തിരഞ്ഞുകൊണ്ട് പണം സക്കാത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് എല്ലാവരും പണം സ്വരൂപിച്ചുകൊണ്ട് സംഘടിതമായി കൊടുത്താലല്ലേ നല്ലത് എന്നുള്ള വാദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും നല്ലൊരു രൂപമാണല്ലോ ഈ സംഘടിത സക്കാത്ത് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ സംഘടിത സക്കാത്ത് എന്നുള്ളത് ആ പദം ഇന്ന് പ്രയോഗിക്കുന്ന എല്ലാ ടെർമിനോളജിക്കും ചില അതാത് കാലത്തെ ചില ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സംഘടിതമായിട്ട് സക്കാത്ത് കൊടുക്കുക, ഞാനും എൻ്റെ അയൽവാസിയും അല്ലെങ്കിൽ ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി സക്കാത്ത് പൂൾ ചെയ്തിട്ട് കുറച്ച് നാട്ടിലെ പാവങ്ങളിലേക്ക് അത് വിതരണം ചെയ്തു, ഇതൊരു സംഘടിത സക്കാത്താണ്. ഇതിനെ സുന്നികൾ എതിർത്തിട്ടില്ല.
നാട്ടിലെ ആരെങ്കിലും ഒരു പ്രമുഖനായ വ്യക്തിയെ എനിക്ക് എന്ത് ചെയ്യില്ല, എനിക്ക് ടൈമില്ല, സക്കാത്ത് കൊടുക്കാനുള്ള ടൈമില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പ്രമുഖനായ വ്യക്തിയോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു വ്യക്തിയോ ഞാൻ ഏൽപ്പിക്കുന്നു, വക്കീലാക്കുന്നു. അദ്ദേഹത്തിനെ വേറെ പലരും അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല നമ്മൾ എതിർക്കുന്നത്. ഇന്ന് സംഘടിത സക്കാത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ചൂഷണങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും എതിർക്കുന്നത്. അത് ശറഅന് വിരുദ്ധമാണ്. ഏതെങ്കിലും നാട്ടിൽ ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ബൈത്തു സക്കാത്തോ മറ്റോ പേരിൽ പലതും ഉണ്ടാക്കുന്നു. എന്നിട്ട് ഒരു ഹിജാബും കബൂലും വക്കാലത്തിൻ്റെ സെൻറ്റൻസുകളൊന്നും ഇല്ലാതെ അത് കൊടുക്കുന്നു. കൊടുത്തിട്ട് അവർക്ക് വേണ്ടതുപോലെ അവരതിനെ ചെലവഴിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ പാവങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അപ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിലെ ബിദഈ പ്രസ്ഥാനങ്ങളൊക്കെ അവർ കൂടുതൽ ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അറബി മുൻഷികളാവാനും അതുപോലെ മറ്റു ചില കാര്യങ്ങളിലൊക്കെയാണ് അവരുടെ കൂടുതൽ പഠനങ്ങൾ നടന്നത്. നമ്മൾ ഒരു വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി നോക്കിയാൽ അവിടെ നല്ല സോഷ്യൽ സയൻസ്, എക്കണോമിക്സോ അല്ലെങ്കിൽ നല്ല സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്ന ഇത്തരം ആളുകളെ കാണൽ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദുരന്തം ഇന്നത്തെ ഈ ബിദഈ പ്രസ്ഥാനങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും എക്കണോമിക്സ് വളരെ ഡീപ്പായിട്ടൊക്കെ അവർ പഠിച്ചിരുന്നുവെങ്കിൽ ഈ സംഘടിത സക്കാത്തിനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു എക്കണോമിസ്റ്റ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സംഘടിത സക്കാത്തിനെ അവരത്ര പ്രോത്സാഹിപ്പിക്കൂല. കാരണം ഇപ്പം എൻ്റെ നാട്ടിലെ സക്കാത്ത് ജില്ലാ അടിസ്ഥാനത്തിലോ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലോ പൂൾ ചെയ്തിട്ട് അത് ഹോസ്പിറ്റൽ ഉണ്ടാക്കാനും അല്ലെങ്കിൽ മറ്റു പത്രപ്രവർത്തനത്തിനും അല്ലെങ്കിൽ മീഡിയ പ്രവർത്തനങ്ങൾക്കും സ്ഥാപന നിർമ്മാണങ്ങൾക്കൊക്കെ ഉപയോഗിക്കലാണോ നല്ലത്, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ തന്നെയുള്ള പാവങ്ങളെ തെരഞ്ഞു പിടിച്ച് അവരിലേക്ക് അത് എത്തിക്കലാണോ നല്ലത് എന്നുള്ളത് നമ്മൾ ശരിക്കും ചിന്തിക്കണം. ഇപ്പോൾ പോവർട്ടി അലിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക. ഏത് ഹുക്കുമിൻ്റെ പിന്നിലും ചില ഹിക്മത്തുകൾ ഉണ്ടാവും, ചില ഇല്ലത്തുകൾ ഉണ്ടാവും. അപ്പോൾ സക്കാത്തിൻ്റെ പിന്നിലും ചില ഹിക്മത്തുകളുണ്ട്. നമ്മൾ കണ്ടെത്തുന്ന ഹിക്മത്താണ്. അള്ളാഹു വെച്ച ഹിക്മത്തുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമല്ലോ. അപ്പോൾ നമ്മൾ കാണുന്നൊരു ഹിക്മത്ത് അല്ലെങ്കിൽ സമൂഹത്തിലെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹിക്മത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഹാൻഡ് ടു ഹാൻഡ് ഗിവിങ് ആണോ നല്ലത്, അല്ലെങ്കിൽ സക്കാത്ത് ഡിസ്ട്രിബ്യൂഷൻ ആണോ നല്ലത്, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ നല്ലത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. സക്കാത്ത് ആണെങ്കിലും സ്വതക്ക ആണെങ്കിലും ഒക്കെ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പാവങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ ഇതിൽ സക്കാത്ത് ഫുഖറാ ഉണ്ട്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ് ആണ് മിസ്കീന്. ഇവർക്ക് രണ്ടുപേർക്കും അതുപോലെ ഇന്നുള്ള വിഭാഗങ്ങൾക്കൊക്കെ 8 വിഭാഗങ്ങളോ എല്ലാവരും ഒന്നുമില്ല, വിഭാഗങ്ങൾക്കൊക്കെ തുല്യ അനുപാതത്തിലും മറ്റൊക്കെ വീതിക്കണം, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ മിസ്കീന്മാരുടെ ഒരു പ്രത്യേകത എന്താ, അവരവരുടെ മസ്കനത്തെ ഈ ദാരിദ്ര്യത്തെ സമൂഹത്തിൽ വെളിപ്പെടുത്തൂല. നമ്മളെ നാട്ടിലൊക്കെ എത്ര മിസ്കീന്മാരുണ്ടാവും, ജീവിക്കാൻ 1000 രൂപ ആവശ്യമുണ്ടാവും, പക്ഷെ കഷ്ടിച്ച് 800 രൂപ 900 രൂപ അവർക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. മെഡിക്കൽ എക്സ്പെൻസ് ഭയങ്കരമായിരിക്കും, അത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ അവർക്ക് സക്കാത്ത് ഓഫീസിൻ്റെ മുന്നിൽ പോയിട്ട് ക്യൂ നിൽക്കാൻ പറ്റുമോ, ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? പക്ഷെ എൻ്റെ കുടുംബത്തിലുള്ള മിസ്കിന്മാർക്ക് എനിക്കറിയാം. അപ്പോൾ എൻ്റെ സക്കാത്ത് അവരിലേക്ക് ഹാൻഡ് ടു ഹാൻഡ് ആയിട്ട് സ്വകാര്യമായിട്ടാണ് കൊടുക്കേണ്ടത്, എൻ്റെ അയൽവാസികളിലേക്ക്, എൻ്റെ നാട്ടിലാണ് കൊടുക്കേണ്ടത്. അത് ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ച് അതിനെ ഒരു ചടങ്ങാക്കി എന്നിട്ട് കമ്മിറ്റി ലിസ്റ്റ് വായിച്ച്, ഇതൊക്കെ വളരെ മോശപ്പെട്ട ഏർപ്പാടാണ്. ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ്. 1. 2, ഒരു എക്കോണമി. ഇപ്പോൾ എൻ്റെ നാട് അല്ലെങ്കിൽ പരിസര പ്രദേശം, അവിടെ ഒരാൾക്ക് സക്കാത്ത് കമ്മിറ്റി വന്നിട്ട് ഒരു കട ഉണ്ടാക്കി കൊടുത്താൽ പോരാ. ഒരു കട ഉണ്ടാക്കി കൊടുത്താൽ കടയിൽ നിന്ന് ആൾക്കാർ വാങ്ങണ്ടേ. അതാണ് പർച്ചേസിങ് പവർ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് പർച്ചേസിങ് പവർ ഉണ്ടാക്കലാണ്. ഇപ്പം കച്ചവടത്തിൻ്റെ സക്കാത്ത് പണമായിട്ടാണ് നൽകേണ്ടത്, കറൻസി ആയിട്ടാണ് നൽകേണ്ടത്.
ഇതെന്തുകൊണ്ടാണ് ഇസ്ലാം വെച്ചത്? ഈ കച്ചവട സക്കാത്തിൻ്റെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പറഞ്ഞാൽ കച്ചവടങ്ങൾക്ക് തന്നെയാണ് അഭിവൃദ്ധി ഉണ്ടാകുക. ഇപ്പോൾ മൃഗങ്ങളുടെ സക്കാത്ത് മൃഗങ്ങളായിട്ടല്ലേ കൊടുക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ അത് അവരെ ഒരു ജീവിതോപാധിയാണ്, അങ്ങനെ ചെയ്യണം. സ്വർണത്തിൻ്റെ സക്കാത്ത് സ്വർണ്ണമായിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷെ കച്ചവടത്തിൻ്റെ സക്കാത്ത്, കറൻസിയുടെ സക്കാത്തൊക്കെ കറൻസി ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു ഉപകാരം എന്താ? എൻ്റെ നാട്ടിൽ ഒരു 3 കടകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വെക്കുക. ജനങ്ങളുടെ കയ്യിൽ പണമില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വന്ന് ജനങ്ങൾ വാങ്ങൂല, പർച്ചേസിങ് പവർ ഇല്ല. അപ്പോൾ ജനങ്ങൾക്ക് പർച്ചേസിങ് പവർ സൃഷ്ടിക്കുക എന്നുള്ളതും കൂടി സക്കാത്തിൻ്റെ ഒരു ഉദ്ദേശമാണ്. ഈ പർച്ചേസിങ് പവർ സൃഷ്ടിക്കുന്നതിൽ ആധുനിക ബദഈ പ്രസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ പണങ്ങളൊക്കെ ഊറ്റിക്കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലും കട ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഉള്ള കടകളിൽ ബിസിനസ് വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ പർച്ചേസിങ് പവർ വർദ്ധിപ്പിക്കുകയും അങ്ങനെ ഇക്കോണമി ബൂസ്റ്റാകുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ കച്ചവടങ്ങൾ കൂടുതൽ നടക്കും, പുതിയ കച്ചവടങ്ങൾ സൃഷ്ടിക്കും. എക്കോണമി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും വേണ്ടത്. ആ ഒരു നിലക്ക് ഇവർ ചിന്തിക്കുന്നില്ല. ഇവർ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പത്രപ്രവർത്തനത്തിന് അതുപോലെ മീഡിയ പ്രവർത്തനങ്ങൾക്കൊക്കെ ഫണ്ട് പോകുന്നുണ്ട് എന്നാണ്. നമ്മൾ അതിൻ്റെ പിന്നിൽ അന്വേഷണത്തിനൊന്നും പോകുന്നില്ല. ശമ്പളത്തിൽ ഇതിനൊന്നും സക്കാത്ത് കൊടുക്കാൻ പാടില്ല പാവങ്ങളുടെ കയ്യിൽ. ഇവിടെ സുന്നി പ്രസ്ഥാനത്തിൻ്റെ ഉലമ ഇപ്പോൾ നമ്മളുടെ സമസ്ത കീഴിൽ പ്രവർത്തിക്കുന്ന ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയിൽ 300 അധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റ സ്ഥാപനവും സക്കാത്ത് പൈസ വാങ്ങിയിട്ടല്ല നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഓർഗനൈസ്ഡ് പല സിസ്റ്റങ്ങളും എഡ്യൂക്കേഷൻ നടത്തുന്നുണ്ട്, ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ട്, എല്ലാ പ്രസ്ഥാനങ്ങളും നടത്തുന്നുണ്ട്. അവരൊക്കെ ജനങ്ങളുടെ സക്കാത്ത് വാങ്ങിയിട്ടല്ല നടത്തുന്നത്, മറിച്ച് ജനങ്ങളുടെ സക്കാത്ത് പണമായിട്ട് അവർക്കിടയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് വേണ്ടിയത്. അതിനു പകരം ജനങ്ങളുടെ സക്കാത്ത് വാങ്ങിയിട്ട് ഇത്ര വളഞ്ഞ ഏർപ്പാടാണ് പലരും സൃഷ്ടിക്കുന്നത്. അതല്ല വേണ്ടിയത്. ജനങ്ങളുടെ പണം ജനങ്ങളിലേക്ക് പോയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലുകൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയവയൊക്കെ അത് മറ്റു സംവിധാനങ്ങൾ കാണണം. ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഓർഗനൈസ്ഡ് പോവർട്ടി അലവിയേഷൻ, അതുപോലെ പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇത്തരം മെഷേഴ്സുകൾ, ഇതിൽ സർക്കാരുകൾ ഇവിടെ എന്താ ചെയ്തതെന്ന്, സർക്കാരുകൾ ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലത്തെ ചില സ്കീമുകളൊക്കെ ഉണ്ട്. സർക്കാർ വന്നിട്ട് പറയുകയാണ് ഇനി ആർക്കും പെൻഷൻ വേണ്ട, കുറച്ച് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാക്കി തരാം, നമ്മൾ മീഡിയ പ്രവർത്തനങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെയാണ് സക്കാത്ത് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന്, സർക്കാർ ഏറ്റവും കൂടുതൽ, ഒരു സർക്കാർ എന്നുള്ളതിലേക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഓർഗനൈസ്ഡ് പ്രവർത്തനങ്ങൾക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ജനങ്ങൾ ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്നുമില്ലാതെ വളഞ്ഞ വഴിയിലൂടെ സൂത്രത്തിലൂടെ ജനങ്ങളുടെ പണം ശേഖരിച്ചെടുത്ത് അവനവൻ്റെ പ്രൊജക്റ്റുകൾ നടപ്പാക്കാം എന്നുള്ളത് പാവങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ്. എക്കണോമിക്സ് അനുസരിച്ച് നമ്മൾ സംസാരിച്ചാൽ നേരം വെളുക്കോളം സംസാരിക്കാനുണ്ടാവും. ഈ ചെയ്യുന്ന പരിപാടി വളരെ വലിയ ക്രൂരതയും നമ്മുടെ സമൂഹത്തിന് ഭയങ്കര ഇമ്പാക്റ്റ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതുമാണെന്ന് നമുക്ക് മനസ്സിലാവും. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞിട്ട് എക്കണോമിക്സിലൊരു ടേമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് എത്രമാത്രം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് എത്രമാത്രം പണം വരുന്നു എന്നുള്ളത്. ഇത് വർദ്ധിക്കാതെ ഒരു എക്കോണമി ബൂസ്റ്റ് ചെയ്യൂല. അപ്പം നമ്മൾ ഇപ്പം ജനങ്ങളുടെ സേവിങ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നാണ് സക്കാത്ത് മുന്നോട്ട് പോകുന്നത്. ഈ ജനങ്ങളുടെ സേവിങ്ങിൽ നിന്ന് മറ്റൊരു സേവിങ്ങിലേക്കാണ് സക്കാത്ത് കമ്മിറ്റി ഇതിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ കൺസ്യൂം ചെയ്യാനുള്ള ഈ പണം അല്ലെങ്കിൽ പണത്തിൻ്റെ വെലോസിറ്റി എന്ന് പറയും. ഈ വെലോസിറ്റി ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച്, സമൂഹത്തിൽ കൂടുന്നതിനനുസരിച്ച് ദാരിദ്ര്യം ഇങ്ങനെ കുറഞ്ഞു വരും. ഈ വെലോസിറ്റി കുറയ്ക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ജനങ്ങൾ കയ്യിൽ പണം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ അവരുടെ നീഡ്സ്, അവരുടെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഈ പണം ഇത്തരം വലിയ പ്രൊജക്റ്റുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ വരിയുന്നാലേ ഉണ്ടാവും എന്ന് മാത്രമല്ല, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ
ഒരു ഒരു ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറയും എക്കണോമിക്സിലും കൊമേഴ്സിലും ഒക്കെ. ഈ ഓവർ ഹെഡ് എക്സ്പെൻസ് ഇവരിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ നാട്ടിലെ സക്കാത്ത് എനിക്ക് പരിചയമുള്ളവർക്കും അതുപോലെ എൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ കൊടുത്തു നോക്കുക. ഒരു ഓവർ ഹെഡ് എക്സ്പെൻസ് ഇല്ല. ഓവർ ഹെഡ് എക്സ്പെൻസ് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഇല്ല, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റുകളില്ല, ഓഫീസ് എക്സ്പെൻസ് ഇല്ല, ഒന്നുമില്ല. എത്ര ലക്ഷങ്ങളാണ് ലാഭം, എത്രയോ ലക്ഷങ്ങൾ ലാഭം. നാട് നീളെ അല്ലെങ്കിൽ ടൗണുകൾ കേന്ദ്രീകരിച്ച് വലിയ ഫ്ലാറ്റുകളും വാടകയ്ക്ക് എടുക്കുകയും വലിയ സ്ഥലങ്ങളൊക്കെ എടുത്ത് സക്കാത്തിൻ്റെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും പേപ്പറിൽ ലക്ഷങ്ങളുടെ പരസ്യം കൊടുക്കുകയും ഒരുപാട് ആളുകൾ അതിനു വേണ്ടി നിയമിക്കുകയൊക്കെ ചെയ്താൽ എത്ര ഓവർ ഹെഡ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റാണ്. ഇതൊക്കെ പാവങ്ങളുടെ പണമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ പണത്തിൻ്റെ വെലോസിറ്റി കുറക്കുന്നു, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അത് കുറക്കുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളും ഓവർ ഹെഡുകളും കൂട്ടുന്നു. ഇങ്ങനെ ഇതിന് ഒരു 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. ഉസ്താദ്, പിന്നെ നമ്മുടെ ഫിഖഹിൻ്റെ കിതാബുകളിലൊക്കെ പറയുന്നതായി കാണാം, ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണല്ലോ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കൂലിത്തൊഴിൽ ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കേണ്ടത് ടൂളാണ്, അദ്ദേഹത്തിന് പണി ചെയ്യാനുള്ള ഉപകരണം. കച്ചവടം ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ക്യാപിറ്റൽ എമൗണ്ടാണ്. അപ്പോൾ ഈ ഹാൻഡ് ടു ഹാൻഡ് സക്കാത്തിൽ എത്രത്തോളം അദ്ദേഹത്തിന് ഒരാളെ പണം കൊണ്ട് മാത്രം സാമ്പത്തിക താങ്ങ് കിട്ടും എന്നുള്ളത് ഒരു ചോദ്യമല്ലേ? അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആ ഫിഖഹിൻ്റെ കിതാബുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തമായിട്ട് അത്തരം ഒരു കാര്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ സുഹൃത്തിനെ കൂട്ടുപിടിക്കാം, ഒക്കെ ചെയ്യാം. പണം നമ്മളെ നാട്ടിൽ തന്നെയാണ് സർക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം അത്തരം കാര്യങ്ങൾക്കല്ല നമ്മൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യങ്ങളാണ്. എല്ലാവർക്കും സൈക്കിളല്ല വേണ്ടിയത്, എല്ലാവർക്കും കടകളല്ല വേണ്ടിയത്, ചിലർക്ക് ഭക്ഷണമാണ് വേണ്ടിയത്, ചിലർക്ക് മകളെ കെട്ടിക്കുകയാണ് വേണ്ടിയത്. ഇത് നിവർത്തി കൊടുക്കുക വേണ്ടിയത്. അപ്പം ആവശ്യങ്ങൾ നിവർത്തി കൊടുക്കുക തന്നെ വേണ്ടിയത്. ആവശ്യങ്ങൾ നിവർത്തി കൊടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യണം എന്നുണ്ടോ? അത് ഒരു അബദ്ധധാരണയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ട് ഈ പാവങ്ങളുടെ ഒരു അഭിമാനം പിച്ച് ചിന്തുന്ന ഒരവസ്ഥയിലേക്ക് പോവേണ്ടതില്ല. അവർക്ക് അവരുടെ അയൽപക്കത്തുനിന്നും കുടുംബത്തിൽ നിന്നും കിട്ടുന്ന പണം മറ്റേതോ നാട്ടിൽ പോയിട്ട് വരി നിന്ന് വാങ്ങേണ്ട ആവശ്യം സൃഷ്ടിക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പം ചിലരൊക്കെ ഇങ്ങനെ പറയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സുന്നി ഉലമാക്കളെ പിടിച്ച് പൂശുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ധാരണയും സക്കാത്തിനെ കുറിച്ച് അവർക്കില്ലാത്തത് കൊണ്ടാണ്. ഇസ്ലാമിലുള്ള സക്കാത്തുകളുടെ മൊത്തം ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ഹാക്കിം, ഭരണാധികാരി പിരിപ്പിക്കേണ്ട സക്കാത്ത് കുറച്ചേ ഉള്ളൂ. ഹാൻഡ് ടു ഹാൻഡായിട്ട് കൊടുക്കേണ്ട സക്കാത്തുകളാണ് കൂടുതലും. എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചത്? ഒരു ഭരണാധികാരി, ഞാൻ പറഞ്ഞല്ലോ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചില മെഷേഴ്സുകൾ പോവർട്ടി റിഡക്ഷന് വേണ്ടി ചെയ്യേണ്ടി വരും. അതുപോലെ ജനങ്ങളും ചിലത് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മളെ സർക്കാരുകൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ജനങ്ങൾ ചെയ്യുന്നത് മുടക്കാൻ പാടില്ല. എക്കണോമിക്സ് അനുസരിച്ചാണ് സംസാരിക്കുന്നത്. വിധേയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള സക്കാത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങളെ പച്ചക്കൊടി കാണിക്കുന്ന ചില ആദരണീയരായ സയ്യിദന്മാരെ കാണുന്നുണ്ട്. അവരുടെ വേദിയിൽ, ഇത്തരത്തിലുള്ള സംഘടിത സക്കാത്തുകളുടെ വേദിയിൽ അവരുടെ സാന്നിധ്യം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സമൂഹത്തിൽ ഇതൊരു പ്രശ്നമല്ല എന്ന രൂപത്തിൽ വരുത്തി തീർക്കല്ലേ ചെയ്യുക. ഇതിനെക്കുറിച്ച് ഉസ്താദ് എന്താണ് പറയാനുള്ളത്? ഈ ആദരണീയരായ സയ്യിദന്മാർ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് പാണക്കാട് സാദാത്തുക്കളെ കുറിച്ചായിരിക്കും. ഞാൻ പാണക്കാട് അയൽവാസിയാണ്. ഈ പാണക്കാട് സയ്യിദന്മാരുടെ ഒരു പ്രത്യേകത, പണ്ടും ഇന്നും ഇപ്പോൾ ഉള്ള തങ്ങന്മാരൊക്കെ നമുക്ക് വ്യക്തിപരമായി ബന്ധമുള്ളവരും പരിചയമുള്ളവരുമാണ്. അവർ ഓപ്പണാണ്. ഇപ്പം പ്രത്യേകിച്ചും അവിടെ ആർക്കും വരാം, ആർക്കും എന്തും പ്രകാശനം ചെയ്യാം എന്നുള്ളൊരു വിധാനത്തിലേക്ക് അവർ സ്വയം മാറിയതായിരിക്കും. പക്ഷേ ചിലരവിടെ ചെല്ലുന്നത് ചൂഷണത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഈ വിവാദത്തിൻ്റെ പിന്നിൽ ഉള്ളവർ എത്ര പ്രൊജക്റ്റുകൾ അവർ ഡിക്ലെയർ ചെയ്തു, അതിനൊന്നും എന്താ പാണക്കാട് സാദാത്തുക്കൾ അവർക്ക് പറ്റൂലേ? ഇതിന് മാത്രം ഒരു പാണക്കാട് സയ്യിദിനെ പിടിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ആ സയ്യിദന്മാർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയപരവും മതപരവുമായിട്ടുള്ള സംഘടനകളിലെ പ്രസ്ഥാനങ്ങളിലെ ഒരുപാട് സമ്പന്നരുണ്ട്. അവരെ പണം ചൂഷണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ അവർക്ക് സയ്യിദന്മാരോടൊരു ബഹുമാനം വേണം.
സയ്യിദ് എന്നുള്ള ആ പരമ്പര തന്നെ ഒന്നില്ല, നബിതങ്ങളുടെ പേരക്കുട്ടികളൊന്നും ജീവിച്ചിരിക്കുന്നില്ല എന്ന് വാദിക്കുന്നവരാണ് അവർ. പിന്നെ അവരെ പ്രത്യേകം ബഹുമാനിക്കേണ്ടതില്ല എന്ന് വാദിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് സമൂഹത്തിലുള്ള എല്ലാവരെയും ഒഴിവാക്കിയിട്ട് പാണക്കാട് തന്നെ അവർ വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഇതൊക്കെ സമൂഹത്തിനൊക്കെ ഉൾക്കൊള്ളും എല്ലാവരും. എന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങന്മാരെ എല്ലാവരും കാണുന്നത്, പണ്ട് മുതലേ കണ്ടുവരുന്നത് സമൂഹത്തിലെ വലിയ ഉലമാക്കളായിട്ടോ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്താലും ഉലമാൻ്റെ അംഗീകാരമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരോ അല്ല നമ്മളെ സമൂഹം. പാണക്കാട് സമൂഹം അവർ സയ്യിദന്മാരാണ്. സയ്യിദന്മാർക്ക് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. അവർ മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിൻ്റെ നേതാക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലക്ക് ഏത് നേതൃത്വത്തെയും നമ്മൾ ബഹുമാനിക്കണം, സയ്യിദന്മാരെ പ്രത്യേകം ബഹുമാനിക്കണം. അവരെ ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നത് പോലെ വിവാദങ്ങളിലേക്കും മറ്റൊക്കെ വലിച്ചഴിക്കുന്ന പ്രവണത ശരിയല്ല. അതേസമയം അവരെന്ത് ചെയ്താലും സമൂഹം എല്ലാം അപ്പടി അത് ഫോളോ ചെയ്യും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. കാരണം പിന്നെ അതൊക്കെ ഇപ്പം എല്ലാവർക്കും അതിൻ്റെയൊക്കെ ഒരു ലോജിക്കും അതിൻ്റെയൊക്കെ ഒരു വർക്കിംഗ് കണ്ടീഷനൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. പക്ഷേ സയ്യിദന്മാരെ ഇത്തരം കാര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്ന പ്രവണത സമൂഹം നിർത്തിവെക്കുകയും, സയ്യിദന്മാർ ഇത് അവരുടെ ആ നല്ല മനസ്സുകൊണ്ട് ഒരുപക്ഷെ ആരും തെറ്റിദ്ധരിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ടാവാം. അങ്ങനെയുള്ള നല്ല മനസ്സ് അവർ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്നാണ് നമുക്ക് പറയാൻ. ഇസ്ലാമിലെ മറ്റു ആരാധനകൾ നോക്കുകയാണെങ്കിൽ നിസ്കാരം പോലെയുള്ള ആരാധനകൾ സംഘമായിട്ടല്ല ചെയ്യേണ്ടത്. അപ്പോൾ സക്കാത്തും അതുപോലെ തന്നെ സംഘമായല്ലേ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ആരാധനയുടെയും സ്വഭാവം നോക്കണം. നിസ്കാരം സംഘടിതമായി ചെയ്യുന്നത് സാമൂഹികപരമായിട്ട് ഗുണമാണോ ദോഷമാണോ? നോ ഡൗട്ട് അത് ഗുണമാണ്. ഹജ്ജ് സാമൂഹികമായിട്ടേ ചെയ്യാൻ പറ്റൂ. ഓരോ ദിവസവും ഓരോരുത്തർ ചെന്നിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റൂല. പിന്നുള്ളത് നോമ്പാണ്. നോമ്പ് ഒരു സംഘടിതമായിട്ട് ചെയ്യലുണ്ടോ? അതിനൊരു സ്വഭാവമുണ്ട്. ഇങ്ങനെ ഓരോ ആരാധനക്കും ഓരോ സ്വഭാവമുണ്ട്. ആ സ്വഭാവം അനുസരിച്ച് ഇതാക്കുക. പല മുസ്ലിം ധനികന്മാരും സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ വളരെ പിന്നോക്കാവസ്ഥയിലുള്ളത്. ഈ ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ മറികടക്കാം? വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. ഇവിടുത്തെ ഒരു മുതലാളി എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്ട്രീറ്റിലുള്ള മുസ്ലിം മുതലാളിമാർ സക്കാത്ത് കൃത്യമായി കൊടുത്താൽ ബാംഗ്ലൂരിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെയും പട്ടിണി മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊരു വസ്തുതയാണ്. നമ്മൾ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കാലഘട്ടവും ഉമറുല്ലാൻ്റെ കാലഘട്ടവും ഒക്കെ പറയും, അങ്ങനത്തൊന്നും പോകണ്ട. ഇന്നത്തെ കാലത്തും നമ്മുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് എല്ലാവർക്കും അവബോധം കൊടുത്താൽ തന്നെ പട്ടിണി മാറ്റാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനന്തര സ്വത്ത് പോലും ഹറാമാണ് സക്കാത്ത് കൊടുക്കാത്ത. അപ്പം കൃത്യമായിട്ട് സക്കാത്തിനെ കുറിച്ച് അവബോധം കൊടുക്കണം. നിസ്കാരം നമുക്കൊക്കെ അറിയാം, നോമ്പ് അറിയാം, പക്ഷെ സക്കാത്തിൻ്റെ മസലകൾ അറിയുന്ന എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ സക്കാത്തിൻ്റെ മസലകൾ എല്ലാവരും പഠിക്കാൻ തയ്യാറാകുക, സക്കാത്തിൻ്റെ മസലകൾ പഠിപ്പിക്കാനും തയ്യാറാകുക. ഫിഖിൻ്റെ നൂലാമാലകൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാം. ആധുനിക ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ നൂലാമാലകൾ ഒടുങ്ങിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ വ്യാഖ്യാനിക്കുന്ന ഫിഖിനും അത്തരം ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടുവരും. ആ ആഴങ്ങളൊക്കെ ജനങ്ങളെ പഠിപ്പിക്കുക. പ്ലസ് എല്ലാ മഹല്ലുകളിലും സക്കാത്ത് ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങുക, സക്കാത്ത് ക്ലിനിക്കുകൾ തുടങ്ങുക, പിന്നെ സക്കാത്ത് കൊടുക്കാത്തവരെ മഹല്ല് കമ്മിറ്റി സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഇനി എനിക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയൂല എന്ന് വെക്കുക, പക്ഷേ സക്കാത്ത് അവകാശപ്പെട്ട ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. സക്കാത്ത് കൊടുക്കേണ്ട കുറച്ച് ആൾക്കാരും കൊടുക്കാൻ അവകാശമുള്ള അല്ലെങ്കിൽ സമ്പത്തുള്ളവരെ എനിക്കറിയാം. ഇത് പരസ്പരം ഞാൻ മുട്ടിച്ചു കൊടുക്കുക, അവർ പരസ്പരം ബന്ധിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് പോയിട്ട് വക്കീലായിട്ട് സക്കാത്ത് വാങ്ങിയിട്ട് ഇവരിലേക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാണിക്കുക. ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ സക്കാത്തിന് വേണ്ടിയിട്ട് നമുക്ക് മഹല്ലുകളിലും യൂണിറ്റുകളിലും മറ്റൊക്കെ ചെയ്യാൻ പറ്റും. അതിലേക്കൊന്നും പോവാതെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് മേശിങ് കസേര ഇട്ടിട്ട് പിന്നെ പ്രമാണിമാരായിട്ട് ഇത് വാങ്ങിയിട്ട് തോന്നിയതുപോലെ ചിലവഴിക്കാറ് നടക്കൂല. ഇതിൻ്റെ അവസാനം നമുക്ക് പറയാനുള്ളത്,
ഇങ്ങനൊക്കെ പറഞ്ഞാലും ഇതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ടാകും. കാരണം ഇത് സാമ്പത്തികമാണ്. ഇത് കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും വലിയ വിഷമം ഉണ്ടാവും. ബാക്കിയുള്ള ഒരു സംഗതി പോലല്ല. ബാക്കിയുള്ളതിനൊക്കെ കിടന്നുറങ്ങിയവർ ഇത് കേൾക്കുമ്പോൾ എണീക്കും. കാരണം കയ്യിൽ നിന്ന് പണം പോകുമോ എന്നുള്ള പ്രശ്നം. അപ്പോൾ സംഘടിത സക്കാത്തിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഓരോരുത്തരും അവനവന് ഇഷ്ടപ്പെട്ട പാവങ്ങൾക്ക് കൊടുക്കട്ടെ, വേറൊരാൾ വാങ്ങിയിട്ട് അത് കൈയിട്ട് മാന്തുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരരുത്. അത് പിന്നെ സംഘടനയിൽ ഉള്ള സജീവ പ്രവർത്തകർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രവർത്തനമായി മാറരുത്. സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കുള്ള എല്ലാവരേക്കും അതൊക്കെ എത്തട്ടെ എന്നൊക്കെ പറയുമ്പോൾ അപ്പം മാത്രം ബേജാറായി ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, എത്ര പണം കിട്ടി, എത്ര ഓവർ ഹെഡ് എക്സ്പെൻസ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റായിട്ട് പോയി, എത്ര പാവങ്ങളിലേക്ക് കിട്ടി, കഴിഞ്ഞ വർഷം കൊടുത്തത് എന്ത് ചെയ്തു ആ പാവങ്ങൾ എന്നൊക്കെ ഒരിടത്ത് വല്ല കണക്കുണ്ടോ? ചില കണക്കുകളൊക്കെ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കാണും. അതിനൊക്കെ എന്തെങ്കിലും ബേസ് ഉണ്ടോ? ഇതൊക്കെ ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണ്ടേ? സമൂഹത്തിൻ്റെ പണമല്ലേ, സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണ്ടേ? റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് ഇതൊക്കെ ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവരൊക്കെ എങ്ങനെയാണ് സമൂഹം വിശ്വസിക്കുക? ഇവരൊക്കെ വിശ്വസിക്കാൻ മാത്രം ഈ സമൂഹത്തിന് എന്താ ചെയ്തത്? സമൂഹത്തിലെ വലിയ വലിയ ഉലമാക്കളുണ്ട്. കോടാനക്കോടി പണം സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് അവർ ഇവിടെ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സമൂഹത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ഓരോ ദിവസവും വളർത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവർ ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിഷമമല്ല. ഇവരൊക്കെ എന്താ ചെയ്ത്? ഒന്നും ചെയ്യാത്തവർ, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അനക്കം പോലും ചെയ്യാത്തവർ സക്കാത്തിന് വേണ്ടിയിട്ട് ഓടിക്കളിച്ച് നടക്കുക. അവർ പറയട്ടെ അവരെന്ത് ചെയ്തു, കൃത്യമായിട്ട് പറയട്ടെ. ആരായിരുന്നു അവർ ഓഡിറ്റർ? എവിടെയാണ് സോഷ്യൽ ഓഡിറ്റിങ് നടന്നത്? ഇത് പിന്നെ അവരുടെ പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്കല്ലാതെ എത്ര ആളുകൾക്ക് കിട്ടി എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വളഞ്ഞ വഴിയാണ്. അങ്ങനെയല്ല വേണ്ടിയത്. സമൂഹത്തിന് ജാഗ്രതയോടെ സേവിക്കണം എന്നാഗ്രഹിക്കുന്നവർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തെ പ്രേരിപ്പിക്കുകയും അവനവൻ്റെ മഹല്ലത്തിലും അവനവൻ്റെ കുടുംബത്തിലും അവൻ്റെ പരിചയത്തിലുള്ളവർക്കൊക്കെ സക്കാത്ത് എത്തിക്കാനുള്ള നല്ല മോട്ടിവേഷൻ കൊടുക്കുകയും മറ്റു ഓർഗനൈസ്ഡ് എഫേർട്സുകൾക്ക് വേറെ നല്ല ഫണ്ടുകൾ കണ്ടെത്തുകയും നല്ല ഓർഗനൈസ്ഡ് എഫേർട്സുകൾ നടത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ വളഞ്ഞ വഴിയിലൂടെ ആൾക്കാർ സക്കാത്ത് വാങ്ങിയിട്ട് ഇത്തരം എഫേർട്സ് നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമാണ്. എല്ലാവരും അതിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ചിലർ പറയും, ഞങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ച് ഞങ്ങൾ മാറ്റി പറയും. പണ്ട് പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു, ഇപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തു തുടങ്ങി, ഇങ്ങനെ എന്തൊക്കെയോ പറയും. അതൊക്കെ നമ്മൾ അതിനൊക്കെ മറുപടി പറയാൻ നിന്നാൽ സമൂഹത്തിൽ വെറുതെ ആവശ്യമില്ലാത്ത ചർച്ചയാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മറുപടി പറയാത്തത്. ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ സംഘടിത സക്കാത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി 1940കളിൽ അവരെന്ത്യയിൽ വാദിച്ച ഇന്ത്യൻ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച വിദ്യാഭ്യാസപരമായിട്ട് തൊഴിൽപരമായിട്ടൊക്കെ ആ ഒരു സമയത്ത് 1940 മുതൽ 1980 വരെ മുസ്ലിങ്ങൾക്ക് സർക്കാർ ജോലി ഹറാമാണ്, ഷിർക്കാണ്. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കൽ ഷിർക്കാണ് എന്ന് മാത്രമല്ല, മൗദൂദി അലീഗഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു വിദ്യാർത്ഥികളോട് പ്രസംഗിച്ചു, ഇവിടെ പഠിക്കൽ ഷിർക്കാണ്. എന്നിട്ട് ഒരുപാട് കുട്ടികൾ അവിടുന്ന് രാജിച്ചു പോയി. ഇങ്ങനെയൊക്കെ ഈ സമൂഹത്തിലെ തൊഴിലില്ലാത്തവരാക്കി, സർക്കാർ ജോലിയിൽ നിന്ന് പിന്തിരിപ്പാക്കി, ഇവരാകപ്പാട് ഒരു ആലിയ കോളേജോ മറ്റോ തുടങ്ങിയിട്ട് അതിൽ പഠിച്ചവർക്ക് മാത്രമേ ഈമാൻ ഉണ്ടാവുള്ളൂ എന്ന് വാദിച്ചൊക്കെ നടന്നവരാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ സമസ്ത ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു, ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കൽ തുടങ്ങിയില്ലെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പിന്നെ സമസ്തൻ്റെ ആദ്യകാലത്തെ നേതാക്കന്മാരെടുത്ത് നോക്കിയാൽ അവരൊക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നവരായിരുന്നു. 1920കളിലും 30കളിലൊക്കെയാണ്. എന്നിട്ടാണ് ഇവരതൊക്കെ പറയുന്നത്. അന്ന് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ നരകത്ത് പോകുന്ന ഭാഷയാണെന്നൊക്കെ പറഞ്ഞവർ ഇക്കൂട്ടരാണ്. എന്നിട്ട് ഇതിനൊക്കെ നമ്മളിങ്ങനെ മറുപടി പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. കാരണം സമൂഹം ഇതൊക്കെ ബോധവാന്മാരാണല്ലോ. അപ്പോൾ നമ്മൾ സംഘടിത സക്കാത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നിലപാട് മാറ്റും എന്നൊന്നും പറയുന്നതിൽ ഒരർത്ഥമില്ല എന്ന് ഞാൻ പറഞ്ഞത്. നമ്മളുടെ പ്രസ്ഥാനം നമ്മൾ അതാത് കാലത്ത് നോക്കിയിട്ട് ഫിഖ്ഹിനെ അപ്പപ്പാട്
മാറ്റിയിട്ട് ഉണ്ടാക്കല്. നമുക്ക് വ്യക്തമായൊരു ഉസൂലുണ്ട്. ഷാഫി ഇമാമും അനുയായികളും പഠിപ്പിച്ചു തന്ന ഉസൂലുണ്ട്. നമുക്ക് വ്യക്തമായ ഗ്രന്ഥങ്ങളുണ്ട്. അതാത് കാലത്ത് ആളുകളുടെ തലയിൽ തോന്നിയതല്ല നമ്മളുടെ ബേസ്. ഇന്നത്തെ ബിദഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അതാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ പൊട്ടിപ്പൊളയുന്നത്. ഓരോരുത്തരെയും തലയിൽ തോന്നിയത് നിയമങ്ങളാവുകയാണ്. നമുക്ക് വ്യക്തമായ ഗ്രന്ഥങ്ങളുണ്ട്, വ്യക്തമായൊരു ബേസ് ഉസൂലുകളുണ്ട്. ഇത് രണ്ടും അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് അറിയാം നിങ്ങൾ മാറ്റി പറയും, പക്ഷെ നമുക്ക് മാറ്റി പറയേണ്ട ഒരു ആവശ്യമില്ല. സംഘടിത സക്കാത്ത് എന്ന ലേബലിൽ നമ്മുടെ നാട്ടിൽ നടത്തുന്ന സാമ്പത്തികവും മതപരമായിട്ടുള്ള ചൂഷണത്തെ കൃത്യമായി തന്നെ ഈ വീഡിയോ തുറന്നു കാട്ടുന്നുണ്ട്. ഇതുപോലത്തെ വീഡിയോവുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.